പൊതുമേഖലയുടെ റോൾ മാറ്റം. പണ്ടത്തെ പൊതുമേഖലയുടെ പങ്കുകൾ: ഒന്നാമത് അടിസ്ഥാന സൗകര്യ വികസനം, രണ്ടാമത് പ്രാദേശിക സന്തുലനം, മൂന്നാമത് വൻതോതിലുള്ള ഉൽപ്പാദനത്തിൻ്റെ നേട്ടങ്ങൾ കൈവരിക്കുക, നാലാമത് സാമ്പത്തിക കേന്ദ്രീകരണം നിയന്ത്രിക്കുക, അഞ്ചാമതായി ഇറക്കുമതി പകരം വയ്ക്കുക. ഇത്തരം ലക്ഷ്യങ്ങളിലാണ് പൊതുമേഖലകൾ അന്ന് രൂപം കൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തരം പൊതുമേഖലയ്ക്ക് ഒരു സാധാരണ സ്വകാര്യ മേഖലകളേക്കാൾ ഒരു മേൽക്കോയ്മ ഉണ്ടായിരുന്നു. എന്നാൽ 1991 പുതിയ ഇക്കണോമിക് പോളിസിക്ക് ശേഷം ഒരുപാട് മാറ്റങ്ങൾ വന്നു. അതിൽ പൊതുമേഖലയിൽ വരുത്തിയ മേജർ മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ, ഒന്നാമതായി പൊതുമേഖലയ്ക്കായി നീക്കിവെച്ചിരുന്ന വ്യവസായങ്ങളുടെ എണ്ണം 17 നിന്ന് 8 കുറച്ച്, തുടർന്ന് 3. പൊതുമേഖലയ്ക്കായിട്ട് ഇപ്പോൾ റെയിൽവേ ഒക്കെ പൊതുമേഖലയ്ക്ക് മാത്രമായിട്ടുള്ളതാണ്. അങ്ങനെയുള്ള ഇൻഡസ്ട്രികളുടെ എണ്ണം കുറച്ചു. രണ്ടാമതായി തിരഞ്ഞെടുക്കപ്പെട്ട പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ഓഹരികളൊക്കെ സാധാരണ പ്രൈവറ്റ് ആയിട്ടുള്ള ആൾക്കാർക്ക് അല്ലെങ്കിൽ സ്വകാര്യ കമ്പനികൾക്കൊക്കെയായി വിറ്റഴിച്ചു. അടുത്തത് നഷ്ടത്തിലായ സംരംഭങ്ങളെ, സ്വകാര്യ മേഖലയിലെ നഷ്ടത്തിലായ സംരംഭങ്ങൾക്ക് എന്താണോ നിയമങ്ങളുള്ളത് അതേ രീതിയിൽ തന്നെ പൊതുമേഖലയിലെ നഷ്ടത്തിലായ സംരംഭങ്ങളെയും കാണാൻ തുടങ്ങി. അതുപോലെ പൊതുമേഖലയ്ക്ക് പ്രത്യേകമായി ഒരു ധാരണാപത്രം ഉണ്ടാക്കുകയും അവയുടെ പ്രവർത്തനങ്ങൾ ഈ ധാരണാപത്രം വഴിയായി ക്രമീകരിക്കുകയും ചെയ്തു. ഇതൊക്കെയാണ് മേജർ മാറ്റങ്ങൾ.